വടൂർ കരിക്കൽ മുത്തപ്പൻകാവ് എന്നാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പേര്. ഞങ്ങൾ പതി എന്ന് പറയുക, പതിയാണ് ഈ പതിനെ. ഞങ്ങളിപ്പോൾ അതിനെ കരിക്കൽ മുത്തപ്പൻകാവ് അമ്പലം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അമ്പലം അല്ല, ഞങ്ങൾക്ക് പതിയാണ്. ഈ മുത്തപ്പൻ്റെ പ്രതിഷ്ഠ, മുത്തപ്പൻ അവിടെ പ്രതിഷ്ഠിക്കാനുള്ളൊരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ എൻ്റെ അപ്പൂപ്പന്മാരും അമ്മമാരും പഴയ കാരണവന്മാരായ ആളുകൾ പറഞ്ഞു കേട്ടതാണ്. അവർ പറയുന്നത് 100-150 കൊല്ലത്തിന് മുമ്പ്, അവരുടെ ഓർമ്മയിൽ 100-150 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായ ഒരു ചരിത്രമാണ് ഈ കരിക്കൽ മുത്തപ്പൻ കാവ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് അന്നത്തെ കാലത്ത് ഒരു വള്ളോനും വള്ളൂച്ചിയും എന്ന് പറയുന്ന ഒരു അപ്പാപ്പനോ അമ്മാമയും പാടത്ത് ഉഴാനും ചവറ് വെട്ടാനും ഉഴാനും കൂടി പോയതാണ്. കൃഷിപ്പണിക്ക് വേണ്ടി പോയപ്പോൾ അവിടെ ചെന്ന് കന്നിനെ പൂട്ടാനായിട്ട് വള്ളോൻ അപ്പൂപ്പൻ കന്നിനെ പൂട്ടാൻ പോയി. അങ്ങനെ അതിനുവേണ്ടി ചവറ് വെട്ടാനായിട്ട് ഈ അമ്മാമ്മ ഇറങ്ങി കാട്ടിലേക്ക് പോയതാണ്. ഒരു കല്ല് കണ്ടപ്പോൾ ആ കല്ലുമ്മ അരിവാളൊന്നാ തേച്ച് കഴിഞ്ഞപ്പോൾ കല്ലുമ്മേന്ന് ചോരയാണ് വന്നത്. ഈ ചോര കണ്ടപ്പോൾ അമ്മാമ്മയ്ക്ക് പേടിയായി. അമ്മാമ്മ അപ്പം തന്നെ വള്ളോനെ വിളിച്ചു. വള്ളോൻ പാടത്തിൽ ഓടിച്ചാടി വന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് ചോരയാണ്. അപ്പോൾ ഈ അപ്പാപ്പൻ എന്ത് ചെയ്തു, ആ കല്ലിനെ അത് വലം വെച്ചു. 3 വലം വെച്ച് തിരിഞ്ഞ് വന്ന് തൊട്ട് നിറകേര് വെച്ച് അമ്മമ്മയുടെ കയ്യിൽ നിന്ന് തോർത്ത് കൊണ്ട് വാങ്ങിച്ച് ചിരകളെ ചുരുട്ടി, ചുമ്മാട് പോലെ ചുരുട്ടി അത് തലയിൽ വെച്ചുകൊണ്ട് ഈ കല്ലങ്ങനെ വട്ടമെടുത്ത് ഏറ്റി. അങ്ങനെ അവിടെ നിന്ന് വന്ന് ഇവിടെ ഒരു പാലയുടെ കടയ്ക്ക് വന്ന് കാലുകൊണ്ട് ഇങ്ങനെ തടം മാറി കാലുകൊണ്ട് ഇങ്ങനെ ചരഞ്ഞ് വെച്ച് കൈ കൊണ്ട് ഈ സാധനം ഇറക്കി വെച്ചിട്ട് ആ കല്ല് കൊണ്ട് ഈ പാലക്കടയ്ക്ക് വെച്ചു എന്നാണ് അങ്ങനെയാണ് ഈ കല്ലിനെ അച്ചൻ കല്ല് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അന്നത്തെ കാരണന്മാർ പറയും അച്ചൻ കല്ലാണ്. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ആളുകൾക്കൊന്നും അമ്പലത്തിൽ പോകാനോ അങ്ങനെ ദൈവങ്ങളെ തൊഴാനോ വന്ദിക്കാനോ ഒന്നും പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. അന്നൊക്കെ നമുക്ക് അവര് മല്ലര് ഈ വക സാധനങ്ങളുള്ള കർമ്മങ്ങളും ചെയ്യാൻ പാടില്ല. അന്ന് ആടിൻ്റെ ചോര, കോഴിയുടെ ചോര, നെല്ല് അന്ന് ആ മകളത്തിൽ ആദ്യത്തെ കൊയ്ത്തിൽ ഉണ്ടായി വരുന്ന ആ നെല്ല് കൊണ്ടുപോയി ഉണക്കി പൊടിച്ച് അതിൽ നിന്ന് തവിട് പൊടിയുമൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് കള്ളും ചാരായം കൊണ്ടുവന്ന് ആ പാലക്കടയ്ക്ക് ചെന്ന് അവിടുത്തെ കർമ്മം നടത്തലാണ് വഴി. അന്ന് പരിനീരോ ഇന്നത്തെ മറ്റേ അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന പഞ്ചാമൃതമോ പരിനീരോ ഈ വക സാധനങ്ങളും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. അന്ന് ഈ തവിടെന്ന് പറയാം, തവിടും പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ ചോര ഒഴുക്കും. ആടോ കോയിനൊക്കെ വെട്ടി ഒരു ചോര ഒഴിച്ച് അങ്ങനെ അവർക്ക് തുള്ളലും ചാട്ടവും മുടിയാടി സാധനങ്ങൾ പാട്ടുപാടി പള്ളങ്ങൾ മുടിയാടി കളിച്ച് അങ്ങനെയാണ് രാത്രി അവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ആ ആഘോഷമാണ് ഞങ്ങൾ ഇപ്പോൾ ഒന്ന് പുരോഗമനത്തിലേക്ക് എത്തിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ രൂപം ഒന്ന് മാറ്റി ഞങ്ങൾ എല്ലാവിധ അവിടെ ഗണപതി ഹോമം, സർപ്പപൂജ, അങ്ങനെ മുത്തപ്പൻ്റെ കർമ്മം, ദേവി പൂജ, ഇതെല്ലാം ഞങ്ങൾ ക്രമപ്രകാരം ഞങ്ങൾ ഇന്ന് അത് നടത്തിക്കൊണ്ട് വരികയാണ്. നമ്മുടെ ദേവിയുടെ പ്രതിഷ്ഠ നമ്മുടെ തറ മാത്രമുള്ളൂ ഇവിടെ. ദേവി എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ കോതമംഗലത്തെ ഭഗവതിയാണ്. കോതമംഗലത്ത് വലിയകാവിലമ്മ എന്നാണ് പറയുന്നത്. ഈ വലിയകാവിലമ്മ പണ്ട് ചാലക്കുടി അപ്പുറം പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും, പുതുക്കാട്ടൊരു മല ഉണ്ട്, ആ മലയ്ക്ക് നിന്ന് ഒരു തമ്പുരാട്ടിനെ അവിടെ കോതമംഗലത്തേക്ക് വിവാഹം കഴിച്ചെന്നാണ് പറയുന്നത്. ആ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ദേവീനെ ആ ദേവീനെ അവിടെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദേവി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബഹുമാനിക്കുന്ന ദേവിയായിരുന്നു. മുത്തപ്പൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ നമ്പൂരിയച്ഛനെ ഒരു ആദരവ് ഞങ്ങളവിടെ കാണിച്ചിട്ടുണ്ട്. അതവിടെ പ്രതിഷ്ഠകളൊന്നുമില്ല. ആദരവിൽ തന്നെ ഞങ്ങൾ നമ്പൂരിയച്ഛന് വേണ്ടിയിട്ട് വിളക്ക് വെച്ച് ഞങ്ങൾ മുത്തപ്പനെ വിളക്ക് വയ്ക്കുമ്പോൾ തന്നെ അടുത്ത് വിളക്ക് വെച്ച് ഞങ്ങൾ വന്നിക്കും. അതാണ് അവിടെ പതിവ്. അതിന് എതിർവശത്ത് തെക്കൻ ചൊവ്വ, എതിർവശത്ത് പടിഞ്ഞാറ് വശത്ത് തെക്കേ അറ്റത്ത് തെക്കൻ ചൊവ്വ എന്ന് പറയുന്ന ഒരു തറയുണ്ട്. ആ തറയാണ് ഭദ്രകാളിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഭദ്രകാളിയാണ് കൊടുങ്ങല്ലൂരമ്മ. അപ്പോൾ അതാണ് അവിടുത്തെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠ ഞങ്ങൾ മുത്തപ്പനൊക്കെ ചെയ്യുന്നത് പോലെയുള്ള എല്ലാ കർമ്മങ്ങളും അവിടെ എല്ലാ തറകളിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഈ 100-150 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പതി ഉണ്ടായതിന് ശേഷം പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്ത് വരുന്ന അമ്മമ്മമാരും അവിടുത്തെ കാരണന്മാരൊക്കെ വിളക്ക് വയ്ക്കാൻ വരും. ആ വിളക്ക് വെച്ചിരുന്ന ഒരു അമ്മാമയെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്
അതിൻ്റെ അടുത്ത് മുറ്റി ചൊവ്വ എന്ന് പറഞ്ഞ ഒരു തറയുണ്ട്. അത് മുച്ചിയാണ്, ഞങ്ങളുടെ മുച്ചി. ആ മുച്ചി ചൊവ്വയോട് കൂടി നിൽക്കുന്ന ഒരു മുച്ചിയാണെന്ന് പറയുന്നത്. ചൊവ്വ ദേവിയാണ്, ഭദ്രകാളിയുടെ ഒരു ഭാഗമാണത്. അങ്ങനെ അവരെ ഞങ്ങൾ ബഹുമാനാർത്ഥം അവരെയും ഞങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന തറ അത്. പിന്നെ ഇപ്പുറത്താണ് ഈ മുത്തപ്പന് നേരിടത്ത് മുത്തപ്പൻ്റെ പരദൈവങ്ങൾ. മുത്തപ്പ പാരമ്പര്യ എന്നാണ് പണ്ട് കാരണവന്മാർ പറഞ്ഞിരുന്നത്. പക്ഷെ മുത്തപ്പൻ്റെ പരദൈവങ്ങളാണ്, പരദേവതകളാണ്. അതിൽ എല്ലാവരും ഞങ്ങളതിൽ വന്നിക്കുന്നുണ്ട്. 5 വാളുക്കരി 5 മൂർത്തി എന്ന് പറയാം. ഈ 5 മൂർത്തി എന്ന് പറയുമ്പോൾ 5 ദൈവങ്ങളാണ് മുത്തപ്പൻ്റെ നേരിലുള്ളത്. ആ 5 ദൈവങ്ങളോടൊപ്പം, 5 മൂർത്തികളോടൊപ്പം നിലകൊള്ളുന്ന മറ്റു കുറെ ഉപദൈവങ്ങളുണ്ട്. അവരെയാണ് ഞങ്ങൾ മുത്തപ്പൻ്റെ പരദേവത എന്ന് പറയുന്നത്. അതിനിപ്പുറത്ത് ഉള്ളത് ഇവിടെ മടവതിത്തറ എന്ന് പറയും. മടവതിത്തറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊരട്ടി മാമ്പറ ഇരയാങ്കുടി എങ്ങനെ പറയുമ്പോൾ 9 കൂറ് മടവതി ഉണ്ടെന്നാണ് പറയുന്നത്. 9 കൂറ് മടവതി എന്നാണ് പറയുക. അത് പറയുന്നത് കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാമ്പറ 45, ഇരയാങ്കുടി 300, കൊരട്ടി 3000 എന്നാണ് പറയുന്നത്. അത്തരം മടവതികളുടെ ഒരു അന്നത്തെ കാലത്ത് അങ്ങനെയാണ് അവർ എല്ലാവരും പറയുക. ഇതിന് വേണ്ടിയിട്ട് അതിന് മടവതികളുണ്ട്. ആ മടവതികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന തറയാണ് അത്. ഈ മടവത്തറയിൽ കുറച്ച് ഉപദൈവ കാരണന്മാരുണ്ട്. ആ കാരണത്തിൽ ഞങ്ങളുടെ പഴയ കർമ്മികൾ, പണ്ട് ഞങ്ങളുടെ ഈ അമ്പലത്തിൽ അവിടെ കർമ്മം ചെയ്തിരുന്ന കുറേ കർമ്മികൾ, അങ്ങനെയുള്ള കുറച്ച് ആളുകളെ ഞങ്ങളവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇനി അവിടെ വേറെ ആരെയും കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പാടില്ല. ഇപ്പോൾ ഇരിക്കുന്നത് എടുക്കാനും പാടില്ല എന്നാണ് ജ്യോതിഷ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞങ്ങൾ എല്ലാ അന്വേഷണങ്ങളും നടത്തി, അവിടെ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി. എന്നപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇനി അവിടെ ഒന്നും വെക്കരുത്, ഇനി വെച്ച തൊട്ട് എടുക്കാനും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മടവത്തറയുടെ നേരെ എതിർവശത്തുണ്ട്. എതിർവശത്ത് അറുകല എന്ന് പറയും. അറുകല എന്ന് പറഞ്ഞാൽ പാലപീഠകളെ അകറ്റുന്ന ഒരു ഭാഗമാണ്. ഈ പുറമേ ഉള്ള വിശാചിക്കൾ മറ്റവരൊക്കെ എല്ലാം ഉണ്ട്. അതിനുള്ള അതിനാണ് ഞങ്ങൾ അവിടെ നമ്മൾ അതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ, ഞങ്ങൾ ബാലവീളകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങളവിടെ അത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അറുകല എന്ന് പറയും. തൊട്ടടുത്ത് തന്നെ മലമൂർത്തികളുണ്ട്. തൊട്ടടുത്ത് മലമൂർത്തികൾ എന്ന് പറഞ്ഞാൽ മലദൈവങ്ങളാണ്. അതിൽ എല്ലാം ഉണ്ട്. കരിമല, വേലിമല എല്ലാം കണ്ട് അവിടെയുള്ള ദൈവങ്ങൾ മലമൂർത്തികളെന്ന് പറയണേ. ആ മലമൂർത്തികളെ ഞങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അതാണ് അവിടെ ഇരിക്കുന്നത്. സർപ്പപൂജയുണ്ട്. അത് ഞാൻ നേരത്തെ എല്ലാ പരിപാടിയും ചെയ്യുന്നതിന് മുമ്പ്, ഏറ്റവും മുമ്പ് അതിരാവിലെ, ഉത്സവത്തിൻ്റെ അതിരാവിലെ സർപ്പപൂജ നടത്തും. സർപ്പത്തിനുള്ള പൂജകൾ നടത്തി അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വൈകിട്ട് ഞങ്ങളുടെ പരിപാടിയിൽ ചെയ്യുക. ഞങ്ങൾ ഈ ദേവി പൂജ കഴിഞ്ഞാൽ ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകണത്. മുത്തപ്പൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മുത്തപ്പന് ഇല മുറിച്ച് ഇലകൾ വയ്ക്കും. ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ഞങ്ങൾ അവിടെ എല്ലാ തറകളിലും ഇലകൾ വെച്ച് അവല്, മലര്, വറപ്പൊടി, പച്ചപ്പൊടി ഇതെല്ലാം എടുത്ത് അവിടെ ഞങ്ങൾ കളം അവിടെ തെളിയിക്കും. എല്ലാവർക്കും കളം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ കളം തെളിയിക്കാന്ന് പറയുക. പച്ചപ്പൊടി കൊണ്ട് അലങ്കാരമൊക്കെ കഴിച്ച് ഞങ്ങൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുക, കള്ള് ഉണ്ടാവും. ഓരോ കുപ്പികൾ അവിടെ നമ്മൾ മൊത്തത്തിൽ ഞങ്ങൾ കുറച്ച് കള്ള് വാങ്ങിക്കും. പിന്നെ വഴിപാടായിട്ട് ഓരോരുത്തരും കള്ള് കൊണ്ടുവരും കുപ്പിയിൽ. ഈ കള്ളാണ് മുമ്പ് മുത്തപ്പൻ്റെ അടുത്തേക്ക് ധാര കോരും. മുത്തപ്പൻ്റെ അടുത്തേക്ക് ധാര കോരി കഴിഞ്ഞാൽ അവിടെ നിന്ന് പരദൈവങ്ങൾക്ക് കള്ള് പാടില്ല എന്ന് പറയുന്നത്. അവിടെ കള്ള് വയ്ക്കുക. ബാക്കി എല്ലാ തറകളിലും ഞങ്ങൾ കള്ള് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കർമ്മം ചെയ്യും. കുപ്പി കൊണ്ട് എല്ലാവർക്കും കർമ്മം വരുന്നവരെല്ലാവരും കർമ്മം ചെയ്യും. എല്ലാ കർമ്മം നടത്തിക്കൊണ്ട് അത് കഴിഞ്ഞ ബ്രാൻഡി എടുക്കണം. പണ്ട് ചാരായായിരുന്നു, ഇപ്പോൾ ബ്രാൻഡിയായി. ബ്രാൻഡി എടുത്ത് അത് മുത്തപ്പൻ്റെ അടുത്താണ് മുമ്പ് ചെയ്യുക. മുത്തപ്പൻ്റെ അടുത്ത് ചെയ്ത് കഴിച്ചിട്ട് പിന്നെ അത് പരദേവതകൾക്കും എല്ലാവർക്കും ബ്രാൻഡി എല്ലാവർക്കും ഒഴിക്കും. എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് തെറിപ്പിക്കുകയാണ്. അത് കുറച്ച് ധാര കോരും. എല്ലാവർക്കും ധാര കോരിയിട്ടാണ് ഈ കള്ളും ബ്രാൻഡും ധാര കോരാണ്. ധാര കോരി എല്ലാവരും തൃപ്തിപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളാരും ആ സമയത്ത് കർമ്മം ചെയ്യുന്ന ആൾക്കാർ മദ്യപിക്കാറില്ല. ഞങ്ങൾ ഇതിൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് ഇവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ സ്വല്പം കഴിക്കും. അത്രേ ഉള്ളൂ.
കാർഷിക വൃത്തിയെ ദേവതാനുഷ്ഠാനമായി കരുതിയിരുന്ന പ്രാചീന കേരളീയ സമൂഹം പുത്തരിച്ചുണ്ടത്തകര, പയറ്, വഴുതന, കുമ്പളം എന്നീ സസ്യങ്ങളുടെ ഇല കൊണ്ടൊരുക്കുന്ന ഉപ്പേരിയും തവിട് കൊണ്ടുണ്ടാക്കുന്ന അപ്പവും കുന്നെല്ലരിച്ചോറും രണ്ടാം വിളവെടുപ്പിന് ശേഷം പുഷ്പിണിയായി വിശ്രമിക്കുന്ന ഭൂമി ദേവിക്ക് സമർപ്പിച്ച് ഭഗവതി തറകളിൽ വൈക്കോൽ കാളകെട്ടി ആടിയും പാടിയും ആചരിച്ചിരുന്ന വിളവെടുപ്പ് ഉത്സവമായിരുന്നു നിറപുത്തിരി. ശിലായുഗത്തിലെ കൽമഴുക്കൽ സൂക്ഷിച്ചിരുന്ന കാർഷിക ഗോത്ര സംസ്കാരത്തിന്റെ ദക്ഷിണ ഭാരതത്തിലെ ചിരപുരാതന ദേവസ്ഥാനം വാളൂർ കൽക്കിലിലെ ഉച്ചാരണ മഹോത്സവത്തിലേക്ക് ഓം ജം ജാഹുവേ നമഃ. ഓം ജം ജാഹുവേ നമഃ. ഓം സാഞ്ജികേയായ നമഃ. ഓം തമസ്സേ നമഃ. ഓം പണിനേ നമഃ. ഓം കാർത്തികേയായ നമഃ. ഓം സുധാരേ നമഃ. ഓം നീലജീമുദസംഗജായ നമഃ. ഓം ചതുർഭുജായ നമഃ. ഓം
പിള്ളേർ കോല് നാലുമെടുത്ത് വിളയാടാൻ നേരമായി അമ്മേ തിമൃതേ കോലോട് പിള്ളേർ കോല് നാലുമെടുത്ത് വിളയാടാൻ നേരമായി അമ്മേ തിമൃതേ ഗുരുവിന് നല്ലതാണ്. ഒരാള് മറന്നുണ്ട്. ആളെല്ലാവരും വിചാരിണ്ട് പറയട്ടെ. മനസ്സിലായി. അതുപോലെ അത് വെക്കാതെ നമ്മുടെ കുറ്റല്ലേ. ഞാനത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൃത്യമായിട്ട് അത് ചെയ്തല്ലേ. അത് മടവതിയുടെ അങ്ങനെയല്ല. നമ്മള് രാട്ടൂട്ട് മൂത്തെട്ടൂട്ട് അങ്ങനെ വരും. അതെ 300 പഠിക്കാന്ന് പറയും. 50 100 മതി. ഞാനും വന്ന് അതിലിടും. പറ്റില്ലേ? പിന്നെന്താ കുഴപ്പം?